ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് വർഷങ്ങളെടുക്കും. സോ അവനോടുള്ള വിവരം വെച്ച് ചെയ്യുന്നു. ഇതാണ് എന്റെ എക്സ്പ്ലനേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അറിയുന്ന ഏത് നടനായാലും ഏത് സംവിധായകനായാലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലേ സാർ, എനിക്ക് സമയം തരൂ. ഇതെന്താണ് ഞാൻ ആദ്യ സിനിമ നമുക്ക് സമയം കൊടുക്കാൻ സന്തോഷമായിട്ടേ. അല്ല മുത്തേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഒരുപാട് സിനിമയ്ക്ക് 100, 125, 150 കൊല്ലത്തെ ചരിത്രം നമ്മളിപ്പോ പറയുന്നു, നമ്മുടെ ചരിത്രം പറയുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ, അവരെന്താ ചെയ്തതെന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ? അങ്ങനെ പറയുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു 18 വർഷം പഠിക്കണം, 20 വർഷം പഠിക്കണം. സാറേ ഇത്രയൊക്കെ പഠിച്ചിട്ട് 95% പൊട്ടി നാറുകയാണല്ലോ സാറേ. അല്ല, ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമ അവിടെ 95% പൊട്ടി നാറുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് ഞാൻ പറയട്ടെ സാർ, ഇവിടെ ഇപ്പൊ മലയാള സിനിമയുടെ പ്രതിസന്ധി എന്താണ് സാർ? പ്രതിസന്ധി അല്ല, ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ? ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോൾ കണ്ണു പൊത്തിയാൽ മതി, ഇപ്പൊ ചെവിടും പത്തണ്ടേ സാർ? ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റുമോ? ഇതാണ് ഞങ്ങൾ പഠിച്ച് എന്ന് പറയുന്നത്. സന്തോഷ്, ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ആ കാലത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ്. തീർച്ചയായിട്ടും. പ്ലീസ്. അതുപോലെ തന്നെ വാനപ്രസ്ഥം ഈ കാലത്ത് ന്യൂ ജനറേഷൻ സിനിമയാണ്. അല്ല പ്ലീസ്. സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായ സിനിമ എടുക്കാം. സാർ പറഞ്ഞു തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പലരും നടത്തുന്നത്. നിങ്ങൾ പറയുന്നതാണെങ്കിൽ എക്സ്പീരിയൻസ് ആയുള്ള ആളുകൾ എഴുതുന്ന പാട്ടുകൾ ഹിറ്റാവുണ്ട്, എക്സ്പീരിയൻസ് ആവുന്ന മ്യൂസിക് ആണ്. സാർ എക്സ്പീരിയൻസ് വലുതാണ്, ഞാൻ ചെറുതായി കാണുന്നില്ല. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മാത്രമാകൂ എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അതല്ല, ഈ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ പോണു. ഇയാളോടൊന്ന് വർത്താനം പറയാം. എന്തിനാ മാർക്കറ്ററിന് അയാൾ ഇൻസൾട്ട് ചെയ്യണം? അയാൾ മൊത്തം മലയാളികൾ ഇൻസൾട്ട് ചെയ്യാണ്. അയാൾ മൊത്തം മലയാളികൾ ഇൻസൾട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല, ഇത്ര വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചില്ല. അയാൾ ഇൻസൾട്ട് ചെയ്യാണ്. ആ സ്ഥലത്ത് ഞാൻ നിങ്ങളെ അയാളുടെ ഉള്ളിലിരിക്കുന്ന സ്വർണ്ണത്തെ നമ്മൾ എടുത്തു കാണിച്ചു. എന്നിട്ട് അയാൾ വീണ്ടും ആ ചടകുഴിയിലോട്ടാണ് പോകുന്നത്. അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാണ്. ആ സ്ഥലത്ത് ഞാൻ തന്നെ ഇരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ വളരെ